അടിമാലി മേഖലയിൽ ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ ശമനം. രാവിലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ദേശീയപാത 85-ലെ ഗതാഗതം നിയന്ത്രണം തുടരുകയാണ്. അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ മഴയ്ക്ക് നേരിയ തോതിൽ ശമനം. രാവിലെ പ്രതികൂല കാലാവസ്ഥ ആയിരുന്നെങ്കിലും പിന്നീട് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജില്ലാ ഭരണകൂടം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇവിടെ താമസിച്ചിരുന്നവർ അടിമാലി സർക്കാർ സ്കൂളിൽ ക്രമീകരിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞുവരികയായിരുന്നു. കൂടാതെ ചാറ്റുപാറ, കൊരങ്ങാട്ടി എന്നിവിടങ്ങളിൽ നിന്നും ആകെ 17 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞത്. മഴയ്ക്ക് ശമനം വന്നതോടെ ഇവർ വീടുകളിലേക്ക് തിരിച്ചുപോയി. വീടിന് നാശനഷ്ടം സംഭവിച്ച കുടുംബവും ബന്ധുവീട്ടിലേക്ക് താമസം മാറി. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളോട് തിരികെ ദുരിതാശ്വാസ ക്യാമ്പിലെത്താനും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചാറ്റുപാറ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയ കുടുംബങ്ങളും തിരികെ വീട്ടിലേക്ക് പോയി. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമായി തന്നെ തുടരുകയാണ്. ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിരോധനം ഇപ്പോഴും തുടരുന്നു. സിറ്റി വിഷൻ, അടിമാലി.